മദ്യലഹരിയിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ നിന്നും ഓട്ടോറിക്ഷയുമായി കടന്നു കളയാൻ ശ്രമിച്ച ആദിവാസി യുവാവ് ഓട്ടോറിക്ഷ തലകീഴായി മറിച്ചു. പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആശുപത്രിയിൽ നിന്നും യുവാവ് ഇറങ്ങിയോടി. മുൻപ് വണ്ടിപ്പെരിയാറിൽ നിന്നും ഓട്ടോറിക്ഷ കാണാതായ സംഭവത്തിന് പിന്നിലും ഇയാളാണോ എന്നാണ് സംശയം. വണ്ടിപ്പെരിയാർ ടൗണിൽ ശനിയാഴ്ച രാത്രി 8:30യോട് കൂടിയാണ് അപകടമുണ്ടാകുന്നത്. ടൗണിലെ ഓട്ടോറിക്ഷ ജീവനക്കാരനായ ചുരക്കുളം സ്വദേശി ബൈജു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിർത്തിയ ശേഷം ചായ കുടിക്കാൻ കടയിൽ കയറി. ഈ സമയം ഇതുവഴിയെത്തിയ സത്രം മലബണ്ടാര ആദിവാസി യുവാവ് ഓട്ടോറിക്ഷയുമായി കടന്നു കളയുകയായിരുന്നു. പെട്രോൾ പമ്പിന് സമീപം എത്തി വാഹനം തിരിച്ച് സത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ഈസി സ്റ്റോറിന് സമീപം എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡിൽ തലകീഴായി മറിയുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും യുവാവ് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി സത്രം സ്വദേശിയായ സണ്ണി എന്ന യുവാവിനെ ടൗണിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രി അധികൃതരോട് വഴക്കുണ്ടാക്കി ഇയാൾ ഇറങ്ങിപ്പോയി. തുടർന്ന് നാട്ടുകാരും പോലീസും ഇത് തടയാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പിന്നീട് ഓട്ടോറിക്ഷ ഉടമ വണ്ടിപ്പെരിയാർ പോലീസിൽ സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. സ്റ്റാൻഡിൽ ഓടാൻ കിടന്ന വണ്ടിയാണ്. ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മന്നാന്മാര് വന്ന് വണ്ടി എടുത്തുകൊണ്ട് വണ്ടി മറിച്ചു. മന്നാനാണെന്ന് അറിയുന്നത്. ഇപ്പൊ ഞാൻ എന്റെ കഞ്ഞിപ്പാണാണിത്. ഇതേസമയം ഈ മാസം 10-ാം തീയതി ബസ് സ്റ്റാൻഡിന് പുറകിൽ നിന്നും ഓട്ടോറിക്ഷ കാണാതാവുകയും പിന്നീട് കഴിഞ്ഞ ദിവസം സത്രം മൗണ്ടിൽ വെച്ച് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഓട്ടോറിക്ഷ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നിലും ഈ യുവാവാണോ എന്ന സംശയം പോലീസിലും നാട്ടുകാരിലും നിലനിൽക്കുകയാണ്. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ്, ST പ്രൊമോട്ടർമാർ തുടങ്ങിയ അധികൃതർ ഇടപെട്ട് പ്രശ്നപരിഹാരം കാണണം എന്നുള്ളതാണ് ടൗണിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആവശ്യം. മുൻപ് ഈ യുവാവിന് ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.